കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hello everyone, welcome to LearnWise Igno Focus 3.0. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഓഫ് BEGS 186. അപ്പൊ നമ്മൾ UG ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BEGS 186ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു അവർ വീഡിയോ. Introduction. Welcome to the IGNO TEPYQUA In-Depth Analysis and Predictive Exam Guide for BEGS 186 Business Communication, an indispensable resource meticulously crafted for students preparing for the IGNO term and examination in December 2024. This guide is designed to bridge the gap between comprehensive syllabus coverage and effective exam preparation by leveraging insights from previous year's question papers, detailed syllabus mapping, and predictive analytics. So, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BEGS 186 എന്ന് പറയുന്ന ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു കംപ്ലീറ്റ് സിലബസ് കവറേജ് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് വിൽ ബി ഡിസ്കസിങ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ്, നമ്മുടെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസും ട്രസ്റ്റും കൊടുക്കാനുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്ലോക്സിൽ ഏതൊക്കെ യൂണിറ്റ്സിൽ ഏതൊക്കെ ടോപ്പിക്സുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഈ ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ മനസ്സിലാക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡിൽ വിൽ ബി ഹാവിംഗ് എ പ്രഡിക്റ്റീവ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സ് എല്ലാം നമ്മുടെ ലേൺവൈസ് സ്റ്റുഡൻസിന് ആപ്പ് വഴി അവൈലബിൾ ആകുന്നതാണ്. ഓക്കെ, സോ വി ക്യാൻ ബിഗിൻ. Objectives and approach. The guide's primary goal is to empower students with a strategic understanding of the BEGS 186 course. By analyzing historical trends, mapping syllabus components to their relevance in past exams, and offering predictive insights, this guide ensures that students allocate their efforts wisely to maximize their performance. The integration of data-driven methodologies ensures that every aspect of the exam preparation process is covered systematically and effectively. So, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ശരിക്കും നിങ്ങളെ എക്സാമിന് ഫുള്ളി പ്രിപ്പയർഡ് ആക്കുക, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ എങ്ങനെ എക്സാമിന് അപ്രോച്ച് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ യു വിൽ ബി 100% കോൺഫിഡന്റ് അബൌട്ട് അറ്റൻഡിങ് യുവർ എക്സാമിനേഷൻ. അപ്പൊ നമ്മളുടെ എയിം അത് തന്നെയാണ്, നല്ല രീതിയിൽ നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് എക്സാമിന് വെൽ എക്വിപ്ഡ് ആയിട്ട് പോകാനാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ആൻഡ് our approach combines syllabus mapping, detailed alignment of the syllabus topics to previous exam trends. മുന്നേ നടന്നിട്ടുള്ള നമ്മുടെ ജൂൺ 2024 വരെയുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി, ട്രെൻഡ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് കറക്റ്റ് ഒരു മാപ്പിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഡേറ്റ ഡ്രിവൺ അനാലിസിസ്, ഇൻസൈറ്റ്സ് ഡ്രോൺ ഫ്രം ദി പാറ്റേൺസ് ഇൻ ദി പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രഡിക്റ്റീവ് മോഡലിംഗ്, ഫോക്കസ് ഓൺ ഹൈ പ്രോബബിൾ ടോപ്പിക്സ്. നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് പ്രഡിക്റ്റീവ് ഒരു ഫോക്കസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ പ്രാക്ടിക്കൽ റിസോഴ്സസ്, സാമ്പിൾ ക്വസ്റ്റ്യൻസ്, മോഡൽ ആൻസേഴ്സ് ആൻഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ടു സിമുലേറ്റ് ദി ആക്ച്വൽ എക്സാം എൻവയോൺമെന്റ്. ശരിക്കും നമ്മൾ റിയൽ എക്സാം എഴുതുന്ന മുമ്പുള്ള ഒരു മൂക്ക് പോലെ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് വിൽ ബി അറ്റൻഡിങ് എ ക്വസ്റ്റ്യൻ പേപ്പർ ആസ് വെൽ. അപ്പൊ നമ്മൾ ഫുള്ളി നമ്മളുടെ എക്സാമിന് കംപ്ലീറ്റ് പ്രിപ്പയർഡ് ആക്കാനാണ് നമ്മളിവിടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഗൈഡ് സ്ട്രക്ചർ. അപ്പൊ നമ്മുടെ ഈ പറയുന്ന വീഡിയോയിൽ എങ്ങനെയാണ് നമ്മളുടെ വീഡിയോയുടെ ആ സ്ട്രക്ചർ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഹിയർ ഇസ് വാട്ട് യു ക്യാൻ എക്സ്പെക്ട് ഇൻ ദി സബ്സിക്വന്റ് സെക്ഷൻസ്. 1. Syllabus mapping by blocks, units, and topic with exam relevance. This section dissects the BEGS 186 syllabus block by block and unit by unit
highlighting the importance of each topic based on its presence in past exams. It ensures you that you can focus on areas with maximum potential for high scores. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് കറക്റ്റ് നമ്മുടെ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഒക്കെ എടുത്തിട്ട് ഇന്ന ടോപ്പിക്സുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പാസ്റ്റ് എക്സാംസിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ അത് നമ്മൾ അനലൈസ് ചെയ്യുന്ന വഴി വി ക്യാൻ ആക്ച്വലി ഫോക്കസ് ആർ അറ്റൻഷൻ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയാസ് ആസ് വെൽ. Number 2 is comprehensive exam pattern analysis. By studying trends in question formats and topic distribution, this section provides a clear understanding of what to expect in the exam. Whether it's short notes, analytical questions, or grammar exercises, you will gain insights into the frequency and weightage. ഇപ്പോൾ ഓരോ എക്സാംസ് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇന്ന പോർഷനിൽ നിന്ന് ഇന്ന മാർക്സ് ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ് വന്നതെല്ലാം നമ്മൾ പ്രോപ്പർ ഒരു അനലൈസും കൂടി ചെയ്യുന്നുണ്ട്. തേർഡ് ഇസ് repeated questions analysis by blocks, units, and topics. Recurring questions are a hallmark of IGNOU exams. The section identifies these patterns, enabling you to prioritize preparation on the most frequently asked topics. Of course, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് നമ്മൾ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും എല്ലാം നമ്മൾ പറയുന്നുണ്ടാവും. Number 4 is topic probability and prediction analysis. Harnessing predictive analytics, the section forecasts high probability topics of the December 2024 exam, helping you optimize your revision plan. 5. Predictive question paper for December TEE 2024. Practice makes perfect. And this simulated exam paper, modeled on the actual IGNOU format, serves as a crucial tool for owning your time management and answering strategies. 6. Model answers with evaluation criteria. To give you a competitive edge, this section provides well-structured answers and evaluation rubrics that mirror the standards expected by IGNOU examiners. Importance of predictive analysis and model answers. Success in BEGS 186 lies in mastering both the theoretical and practical aspects of business communication. This guide's predictive analysis ensures that your efforts are concentrated where they matter most, while the model answers illuminate the path to articulate examiner-friendly responses. Together, these components enable a deeper understanding and confident performance in the exams. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത്രയും നാളെ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, നമ്മൾ ഏതൊക്കെ ഏരിയാസും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുള്ളതെന്നും എങ്ങനെ വേണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഹൗ ടു ആൻസർ ഇറ്റ് പ്രോപ്പർലി വിത്ത് ദി എക്സാമിനേഷൻ സ്റ്റാൻഡേർഡ് എല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. Tailored for BEGS 186. Business communication is a dynamic subject that bridges theoretical frameworks with practical applications. Unique aspects such as drafting proposals, internal and external correspondence, and understanding grammar in a business context are addressed in this guide. By tailoring strategies to this course's specific demands, the guide ensures a focused and holistic preparation journey. So, നമ്മുടെ ഈ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിനകത്ത് നമുക്ക് തിയോറിറ്റിക്കൽ ആയിട്ടുള്ളതും പ്ലസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ആൻഡ് ഓൾസോ ഇതേ കണക്കുള്ള പ്രാക്ടിക്കൽ ആസ് വെൽ തിയോറിറ്റിക്കൽ നോളജ് എല്ലാം നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ include ആക്കിയിട്ടുണ്ട്. So, we invite you to make full use of this guide and approach your BEGS 186 preparation with confidence and clarity. With strategic preparation, success is not just achievable but inevitable. So, let's begin. Syllabus mapping by blocks, units, and topics with exam relevance. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിളിലൂടെ നമുക്ക് ബ്ലോക്ക് വൈസ് ഏതൊക്കെ ടോപ്പിക് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്നും നമ്മളുടെ പ്രീവിയസ് നടന്ന എക്സാംസിൽ എത്രത്തോളം നമ്പർ ഓഫ് ടൈംസ് ആണ് അത് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് എക്സാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ നടത്തിയിട്ടുള്ള എക്സാംസിൽ എത്ര തവണയാണ് അത് ചോദിച്ചിട്ടുള്ളതെന്നും ആൻഡ് ഇമ്പോർട്ടൻസ് നമുക്ക് ലോ, ഹൈ, മീഡിയം എന്നുള്ള 3 കാറ്റഗറീസിലുമാണ് ഉള്ളത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് വേൾഡ് ഗ്രീറ്റിംഗ്സിനകത്തുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ ആണ്
അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ്, വൊക്കാബുലറി ആൻഡ് റൈറ്റിംഗ്. ആൻഡ് ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിന്റെ പാസ്റ്റ് എക്സാംസ് 5 ആണ്. അതേസമയം നമ്മൾ ബ്ലോക്ക് 1 ആണെങ്കിൽ അതിന്റെ ബ്ലോക്ക് 1 ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ടോക്ക് ഇൻ ബിസിനസ് എന്ന് പറയുന്ന യൂണിറ്റിന്റെ ഫ്രീക്വൻസി 4 ആണ്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലോ ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്മോൾ ടോക്ക്, റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഏരിയാസ് ആണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഓക്കെ, സ്മോൾ ടോക്ക്, റീഡിംഗ്, സ്പീക്കിംഗ് ആണ്. നെക്സ്റ്റ് അഗെയിൻ നമ്മുടെ ബ്ലോക്ക് 1 വി ഹാവ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അതിന്റെ ഫ്രീക്വൻസി നമുക്ക് 7 ആണ് അതിന്റെ ഫ്രീക്വൻസി, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതിലെ ടോപ്പിക്സുകളാണ് ഓൺടർപ്രണേഴ്സ് ആൻഡ് ഗ്രാമർ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ടോപ്പിക് ആണ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഹൈയുമാണ്. ഓക്കെ, ദെൻ വി ഹാവ് ബ്ലോക്ക് 1 തന്നെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ജോബ് പ്രൊഫൈൽസും ഡിസ്ക്രിപ്ഷൻസ് നമുക്കൊരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ആണ്. അതേസമയം നമ്മുടെ ബ്ലോക്ക് 2 യൂസിങ് ടെലിഫോൺ അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ടെലിഫോൺ സ്കിൽസും എറ്റിക്വറ്റും ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ലെവൽ ഇസ് ഹൈ ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 ആണ് ഇൻ ദി പാസ്റ്റ് എക്സാംസ്. ഓക്കെ, ദെൻ നമുക്കുള്ളത് ബ്ലോക്ക് 2 അണ്ടർസ്റ്റാൻഡിങ് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് 1 എന്ന് പറയുന്ന ടോപ്പ് നമ്മുടെ യൂണിറ്റിലെ ഫ്രേസൽ വെർബ്സ്, ലെറ്റേഴ്സ്, ഗ്രാമർ, അതും ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ആൻഡ് ഫ്രീക്വൻസി ഇൻ ദ പാസ്റ്റ് എക്സാംസ് എന്ന് പറയുന്നത് 7 ആണ്. Next, moving to the block 2 നമുക്ക് again understanding internal business and correspondence 2 നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. ഫ്രീക്വൻസി ഇൻ ദ പാസ്റ്റ് എക്സാംസ് എന്ന് പറയുന്നത് 6 ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ ഗ്രാമർ. ഓക്കെ, ദെൻ ബ്ലോക്ക് 2 നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എക്സ്റ്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് 1. ഓക്കെ, നോട്ട് ചെയ്യുക, ഇന്റേണൽ അല്ല, എക്സ്റ്റേണൽ ബിസിനസ് 1. ഓക്കെ, ഇത് നമുക്ക് ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 ആണ്. നമ്മൾ ഫോക്കസ് ആക്കാനുള്ള ഏരിയാസ് ഓഫ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കറസ്പോണ്ടൻസും ഇമെയിൽ റൈറ്റിംഗും. ഓക്കെ, ദെൻ മൂവിങ് ടു ബ്ലോക്ക് 3 യൂണിറ്റ് ഫ്രെയിംവർക്ക് ഫോർ ഡ്രാഫ്റ്റിംഗ് പ്രപ്പോസൽസ്. ഇവിടെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ആണ്. നമ്മൾ ഫോക്കസ് കൊടുക്കാനുള്ള ടോപ്പിക് ഇസ് പ്രപ്പോസൽ ഫ്രെയിംവർക്ക്. ദെൻ അഗൈൻ നമ്മുടെ ബ്ലോക്ക് 3 യൂണിറ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ബിസിനസ് പ്രോജക്ട് പ്രപ്പോസൽസിന്റെ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കുറച്ച് ലോ ആണ്, കാരണം അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പം അതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കാനുള്ള ടോപ്പിക്സ് ആണ് പ്രോജക്ട് പ്രപ്പോസൽ കമ്പോണൻസ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ട്സ് 1. അത് ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ആണ്. സോ ടോപ്പിക് നമ്മളിവിടെ നോക്കേണ്ടത് എന്ന് പറയുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ടെക്നീക്സ് ആണ്. ഓക്കെ, ദെൻ യു ഹാവ് ബ്ലോക്ക് 3 ഡ്രാഫ്റ്റിംഗ് ബിസിനസ് റിപ്പോർട്ട്സിൽ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്, ബിക്കോസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ അതിൽ ഫോക്കസ് ആക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫീസിബിലിറ്റി ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട്സ് ആണ്. ഓക്കെ,
അപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസിന്റെ ഒരു ബാർ ഡയഗ്രാം ആണ് ഇത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 ആണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 3യും നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് സ്റ്റിൽ വെൻ വി കമ്പയർ ഓൾ ദീസ് 3, ഏറ്റവും നമ്മൾ ഫോക്കസ് ആൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുള്ളത് ഇറ്റ്സ് ബ്ലോക്ക് 2. കാരണം അത്രത്തോളം നമ്പർ ഓഫ് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബ്ലോക്ക് 2ൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് എന്തൊരു പൈ ചാർട്ട് ഡയഗ്രാം ആണ്, എത്രത്തോളം ഏതൊക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻസ് എന്ന് കാണിക്കുന്നത്. നെക്സ്റ്റ്, കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഷോർട്ട് നോട്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഇന്ന കാറ്റഗറി ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും ആൻഡ് ഓൾസോ എത്രയാണ് അതിന്റെ ഫ്രീക്വൻസി എന്നുള്ളതാണ് വി ആർ ഗോയിങ് ഡിസ്കസ് ഇൻ ദി സ്ലൈഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് കാറ്റഗറി ആണ് നമ്മുടെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എസ്എസ്. അതില് നമുക്ക് വരുന്ന മോസ്റ്റ് ഓഫൺ വരുന്നതാണ് ഡീറ്റെയിൽ റെസ്പോൺസസ് ടിപ്പിക്കലി ഫ്രം എ കീ സിലബസ് ടോപ്പിക്സ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത് റൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻസ്, ബിക്കോസ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോർമലി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വി നീഡ് ടു ഫ്രെയിം ആർ ആൻസേഴ്സ് അല്ലേ. ഇനി അതേസമയം നമ്മൾ ഷോർട്ട് നോട്ട്സോട്ട് വരികയാണെങ്കിൽ നമ്മൾ അവിടെ വളരെ ബ്രീഫായിട്ടും കൺസൈസ് ആയിട്ടും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ അപ്രോച്ച് ചെയ്ത് വളരെ പ്രിസൈസ് ആൻഡ് ബ്രീഫ് ആക്കിയിട്ട് വി നീഡ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ് വിത്ത് ഓൾ ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അപ്പം അതിന്റെ ഒരു ഫ്രീക്വൻസി നമുക്ക് ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം അതിന്റെ ഒരു ഫ്രീക്വൻസി പറഞ്ഞാൽ 8 ആണ്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടന്റ്. ദെൻ യു ഹാവ് ദ ക്രിറ്റിക്സ്. അതില് നമുക്ക് ക്രിട്ടിക്കൽ ആകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് എക്സാമ്പിൾസ് സഹിതം വി നീഡ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ ഒരു എക്സാമ്പിൾ ആണ് ക്രിട്ടിക് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. അപ്പം ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് കേസ് സ്റ്റഡീസുകൾ ഉണ്ടാകത്തില്ല. അപ്പം കേസ് സ്റ്റഡീസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് പ്രാക്ടിക്കലി ബേസ്ഡ് സിനാരിയോസ് നമ്മൾ അതിന് അപ്ലൈ ചെയ്ത് എഴുതുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡിസൈൻ എ ബിസിനസ് പ്ലാൻ. ഡിസൈൻ എ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്ലാൻ, അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്രാമർ എക്സസൈസസ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഗ്രാമർ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, മേ ബി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പം അതിനൊരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 ആണ്. കവർ ആക്കേണ്ട ടോപ്പിക്സ് നമുക്ക് വന്നിട്ടുള്ളത് ഗ്രാമർ, വെർബ്സ്, ക്ലോസസ്, ടെൻസ് ഒക്കെയാണ്. ദെൻ യു ഹാവ് ദി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ നമ്മൾ ലെറ്റേഴ്സും ഇമെയിൽസും മെമ്മോസ് ഒക്കെ എഴുതി നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് നമ്മൾ പഠിച്ച നോളജിനെ കുട്ടിൻ ചെയ്യുന്നത് നോക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. ആൻഡ് എക്സാമ്പിൾ ലൈക്ക് റൈറ്റ് എ പെർസുവേസീവ് ഇമെയിൽ, ആൻഡ് ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ഏതൊക്കെ യൂണിറ്റ്സ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് റെക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതെന്നും എത്രയൊക്കെ മാർക്സ് ആണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് വരുന്നതെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഗ്രീറ്റിംഗ്സിൽ മോസ്റ്റ് ഓഫൺ നമുക്കുള്ളത് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മാർക്ക് വരുന്നത് 10 ആണ്. അതേസമയം നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന എപ്പോഴും എസ്എ ടൈപ്പ് ആണ്. സോ 15 മാർക്സ് ആണ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഇന്റേണൽ കറസ്പോണ്ടൻസിൽ മോസ്റ്റ് ഓഫൺ ലൈക്ലി വി ഹാവ് കേസ് സ്റ്റഡീസ് ആൻഡ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ 20 മാർക്സ്. അതേസമയം നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 10 പ്രപ്പോസൽസിനകത്ത് മോസ്റ്റ് ഓഫൺ ഫേവേർഡ് ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് എസ്സേസ് ആണ്. അഗൈൻ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 25. ഓക്കെ, ആൻഡ് യു ഹാവ് ബ്ലോക്ക് 3 യൂണിറ്റ് 13 have the reports. Okay, അതും ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ക്രിറ്റിക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാർക്സ് 30 മാർക്സ് ആണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഉള്ളത്. ഓക്കെ, നമ്മളിപ്പോ ഈ പറഞ്ഞതിന് ഒരു ബാർ ഡയഗ്രത്തിൽ കാണിച്ചേക്കാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മാർക്ക് തോനെയുള്ള ഒരു കേസസ് നമ്മുടെ ബ്ലോക്ക് 3 റിപ്പോർട്ട്സ് ആണ്. പിന്നെ നമുക്ക് പ്രപ്പോസൽസ്, പിന്നെ നമുക്ക് ഇന്റേണൽ കറസ്പോണ്ടൻസ്, പിന്നെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ നമുക്ക് ഗ്രീറ്റിംഗ്സ്. അപ്പം ഏറ്റവും നമുക്ക് മാർക്ക് തോനെയുള്ള ഒരു കേസ് ഓഫ് വരുന്നതാണ് നമ്മളുടെ ബ്ലോക്ക് 3, എസ്പെഷ്യലി നമ്മളുടെ റിപ്പോർട്ട്സ്. ഇപ്പൊ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 13 റിപ്പോർട്ട്സ്. ബിക്കോസ് നമുക്ക് 30 മാർക്സ് ആണ് വി ഗെറ്റിംഗ് ഫ്രം ദാറ്റ് സെക്ഷൻ. പിന്നെ നമുക്ക് 20 to 25 മാർക്സിന്റെ വേറെയും സെഷൻസ് ഉണ്ട്. ബസ്സിൽ ഇത് ഇത്രയും നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഉറപ്പായിട്ടും കമ്പൽസറി ആയിട്ടും എക്സാമിന് നോക്കേണ്ടുള്ള ഏരിയാസുകളാണ്.
മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് വി ഹാവ് അറൌണ്ട് 22.2% ആണ്. അതേസമയം നമ്മൾ ഗ്രാമറിന്റെ ആണെങ്കിൽ 19.4%. പിന്നെ എസ്സേസും ആപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസും സെയിം ആണ് 16.7%. Then case studies 13.9 and the least we had the critique type of questions 11.1%. ഇനി അഗൈൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നമ്മൾ കറക്റ്റ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇസ് ഗ്രീറ്റിംഗ്സ് ആണ്. അതിൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അത് 10 മാർക്സ് ആണ് ഒരു ആവറേജ് വന്നിട്ടുള്ളത്. സോ ഫ്രീക്വൻസീസ് 3 ടൈംസ്, സോ 3 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, then you have block 1 ലെ unit 4 titled as jobs and responsibilities. ഇതിൽ വന്നിട്ടുള്ള repetitive question എന്ന് പറയുന്നത് describe the process of creating an effective job description. അതിന്റെ ഒരു average marks വന്നിട്ടുള്ളത് 15 ആണ്. frequency എന്ന് പറയുന്നത് 4 ആണ്. okay, then you have block 2 ലെ unit 6 നകത്ത് internal correspondence. 5 വട്ടമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഏതാണ്? what are the essential components of an internal memo? 20 marks ആണ്. സോ 5 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് what are the essential components of an internal memo. ഇനി നമുക്ക് 6 വട്ടം continuous repeat ചെയ്ത ക്വസ്റ്റ്യൻ ആണ് outline the framework for drafting a business proposal. അതും 25 മാർക്സിന് from the block 3 and the unit 10 proposals. Then you have block 3 unit 13. അതിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കീ എലമെന്റ്സ് ഓഫ് എ ഫീസിബിലിറ്റി റിപ്പോർട്ട്. അത് 5 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞതിന്റെ ഒരു ബാർ ഡയഗ്രാം ആണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് 3 ലെ യൂണിറ്റ് ആൻഡ് പ്രപ്പോസൽസ് ആണ് മോസ്റ്റ് ഓഫ് ആണ് നമുക്ക് അത്രത്തോളം റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ച ഏരിയാസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ബ്ലോക്ക്. അതേപോലെ നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആയിട്ടുള്ള ഇന്റേണൽ കറസ്പോണ്ടൻസും ആൻഡ് ബ്ലോക്ക് 3 യൂണിറ്റ് 13 റിപ്പോർട്ട്സും. പിന്നെ നമുക്ക് ഉള്ളത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആൻഡ് ലാസ്റ്റ് വി ഹാവ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഗ്രീറ്റിംഗ്സ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ള ഒരു മാർക്ക് അലോക്കേഷൻസിന്റെ കേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഏറ്റവും ഹൈയസ്റ്റ് ഏതാണ്? നമുക്ക് ബ്ലോക്ക് 3 ലെ യൂണിറ്റ് 30 റിപ്പോർട്ട്സ്, നമുക്ക് 30 മാർക്സ് ആണുള്ളത്. പിന്നെ നമുക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 10 പ്രപ്പോസൽസ് വി ഹാവ് 25 മാർക്സ്. ആ റെപ്പറ്റേറ്റീവ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് അലോക്കേഷൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ബ്ലോക്ക് 2 ലെ യൂണിറ്റ് 6 ഇന്റേണൽ കറസ്പോണ്ടൻസ് 20 മാർക്സ് ആണ് നമുക്ക് റെപ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ അലോട്ട് ആക്കിയിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1 ലെ യൂണിറ്റ് 4 is jobs and responsibilities. അതും 15 marks. Then finally you have block 1 unit 1 greetings for 10 marks. അത് നമ്മൾ repetitive questions വന്നതിന്റെ മാർക്ക് അലോക്കേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. അപ്പൊ നമുക്ക് ഇന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം. ഏതൊക്കെയാണ് ലൈക്ലി ടു ബി ആസ്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ 2024 ജൂൺ വരെയുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അതിന് റെസ്പെക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റി എല്ലാം നമ്മളിവിടെ മേക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഗ്രീറ്റിംഗ്സില ടോപ്പിക്സ് നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രീറ്റിംഗ്സും ദെൻ വൊക്കാബുലറി യൂസ്. അപ്പൊ അതിന്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു മീഡിയം ലെവൽ ഓഫ് ഒരു പ്രോബബിലിറ്റി ആണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ കാണുന്നത്. കാരണം പാസ് എക്സാംസിലൊക്കെ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനകത്തുള്ള എഫക്റ്റീവ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അത് ഹൈ ആണ് ചോദിക്കാനുള്ള ചാൻസ്. ഉറപ്പായിട്ട് നമ്മൾ അത് നോക്കിയിരിക്കണം, നോക്കാതെ പോകരുത്. സിമിലർലി ആണ് നമുക്ക് ബ്ലോക്ക് 2 ലെ യൂണിറ്റ് 6 ഇന്റേണൽ കറസ്പോണ്ടൻസില് കോമ്പണൻസ് ഓഫ് ഇന്റേണൽ മെമോസും ലെറ്റേഴ്സും ഹൈ പ്രോബബിലിറ്റി ആണ്. ബിക്കോസ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 യു ഹാവ് പ്രപ്പോസൽസ്. അതില് ടോപ്പിക് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ഫോർ പ്രപ്പോസൽസും അതിന്റെ ഇമ്പോർട്ടൻസും ഹൈലി നമുക്കൊരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് അതിപ്പോ റീസെന്റ് ആയിട്ട് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വരുവാണ്. ഓക്കെ, ദെൻ നമുക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 13 റിപ്പോർട്ട്സില് ഒരു മീഡിയം ലെവൽ നമുക്ക് ഒരു പ്രോബബിലിറ്റി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്സും കീ എലമെന്റ്സ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിന്റെ ആ ഒരു പൈ ഡയഗ്രാം ഇവിടെ കാണിച്ചേക്കാണ്. Then study
പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ എത്രത്തോളം ഏതൊക്കെ ഒരു സെക്ഷൻ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. കാരണം എപ്പോഴും നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇങ്ങനെ കുറേ പഠിച്ചിട്ട് കാര്യം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ സെലക്റ്റീവായിട്ട് കൃത്യമായിട്ട് വ്യക്തമായിട്ടും പഠിക്കാം അല്ലേ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഗ്രീറ്റിംഗ്സ് ഇവിടെ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു മീഡിയം ലെവൽ പ്രോബബിലിറ്റി ആണ്. നമുക്ക് ചോദിച്ചെല്ലാം കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 13 റിപ്പോർട്ട്സ്. അഗൈൻ നമ്മുടെ ടോപ്പിക്സിനകത്ത് വരുന്ന ഫീസിബിലിറ്റി റിപ്പോർട്ട്സ്, കീ എലമെന്റ്സുകൾ. ഇത് നമ്മളിപ്പം പറഞ്ഞ കണക്കുള്ള ബ്ലോക്ക് 1 യൂണിറ്റ് 4 effective job descriptions, responsibilities. Then you have block 2 unit 6 components of internal memos and letters. Then block 3 unit 10 you have the proposals. അവിടെയും ചോദിക്കാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പൊ നമുക്കൊരു predictive question paper നമുക്കുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. So predictive question paper for December TEE 2024. Okay. So IGNOU TEE BGS 186 Business Communication. Time allowed 3 hours. Maximum marks 100. Instructions. All questions are compulsory. Write your answers clearly and concisely. Adhere to the word limits where specified. Provide examples wherever applicable. So നമുക്കൊരു predictive question paper ഉണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ എല്ലാം ഒരു ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. ഒരു predictive ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് വിത്ത് അനാലിസിസ് ഓഫ് നമ്മുടെ പഴയ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മേക്ക് ചെയ്തൊരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1. Read the following passage carefully and answer the questions given below it. Business communication serves as the backbone of successful organizations. It establishes clarity, fosters collaboration, and facilitates a smooth exchange of information. In today's digital age, technology has revolutionized communication through tools like emails, video calls, and messaging platforms, making interactions faster and more accessible. However, digital communication also poses challenges. Maintaining professionalism, addressing misinterpretations, and managing cultural nuances are essential for effective communication. A clear, well-structured email or a persuasive presentation can drive significant outcomes such as building strong client relationships or resolving internal conflicts. അപ്പൊ നമുക്ക് റീഡിംഗ് കോമ്പറ്റൻസ് സെക്ഷൻ എയിലുള്ളതാണ്. നമുക്കൊരു പാസേജ് തരും. നമ്മൾ വളരെ കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻസ്: വൈ ഇസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ കൺസിഡേർഡ് വൈറ്റൽ ഫോർ ഓർഗനൈസേഷൻ? അപ്പൊ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ഈ പാസേജിൽ കാണും. നമ്മൾ കൃത്യമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻസ് വീണ്ടും നോക്കുക. എഗെയിൻ നമ്മൾ പാസേജ് നോക്കി അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഹൗ ഹാസ് ടെക്നോളജി ഇംപ്രൂവ്ഡ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇൻ ബിസിനസ്സസ്? സി, വാട്ട് ചാലഞ്ചസ് ക്യാൻ അറൈസ് ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ? Discuss how understanding cultural nuances enhances communication. A, provide 2 examples where effective communication positively impacts business outcomes. ഇത്രയും 5 ക്വസ്റ്റ്യൻസിനെയും ആൻസേഴ്സ് നമ്മളുടെ പാസേജിൽ കാണാൻ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ റീഡ് ചെയ്തിട്ട് ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ ബി ഷോർട്ട് നോട്ട്സ് ആണ്. 20 മാർക്സ്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസിനും വി ഹാവ് 10 മാർക്സ്. ഓക്കെ. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദി ഫോളോയിങ് ടോപ്പിക്സ്. The role of feedback in enhancing professional communication, differences between verbal and non-verbal communication in a business context. C, the importance of soft skills for effective business communication, technology's impact on modern communication practice. അപ്പൊ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കോൺഫിഡന്റ് ഏതാണ് അത് നമ്മൾ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് സെക്ഷൻ സി. എപ്പോഴും നമ്മൾ ഓർക്കണം, നമുക്ക് ഏറ്റവും നമ്മൾ വളരെ കോൺഫിഡന്റ് ആണ്, നമുക്ക് ഷുവർ ആണെന്ന് ഉറപ്പുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് നന്നായിട്ട് എഴുതുക. ഓക്കെ.
ഇസ് ഗ്രാമർ ആണ്, സെക്ഷൻ സി. അഗൈൻ 20 മാർക്സ് ആണ്. നമുക്കിവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അത് നമുക്കിവിടെ ബ്രാക്കറ്റ് തന്നിരിക്കുന്നതിന്റെ ആ ഒരു വേർബിന്റെ കറക്റ്റ് ഫോം, ആ ടെൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ഫോമിൽ നമ്മൾ അതിനെ ആൻസർ ചെയ്യുക. എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഡാഷ് അഡോപ്റ്റ് ടു ഇംപ്രൂവ് ടീം കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മുടെ അഡോപ്റ്റ് എന്നൊരു വേർബ് ഉണ്ട്. അത് നമ്മൾ ഈ സെന്റൻസ് വായിച്ച് ടെൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ വേർബ്സ് മേ ബി സെയിം തന്നെ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടി വരും. നമ്മൾ വായിച്ച് ടെൻസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവിടെ നമ്മൾ എഴുതുക. ദി റിപ്പോർട്ട് ഡാഷ് സബ്മിറ്റ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. Employees dash train regularly to ensure skill enhancement. Communication gaps dash lead to project delays in the past. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ ടീം ഡാഷ് വർക്ക് ഓൺ ഇംപ്ലിമെന്റിംഗ് ന്യൂ കമ്മ്യൂണിക്കേഷൻ റൂൾസ്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് തന്നിരിക്കുന്ന ഈ വേർഡ്സുകളൊക്കെ നോക്കിയിട്ട് നമ്മുടെ സെന്റൻസിനകത്ത് കറക്റ്റ് ഫിറ്റ് ഇൻ ചെയ്യുന്ന നമ്മുടെ വേർബ് കറക്റ്റ് ടെൻസ് വൈസ് നമ്മൾ എഴുതുക. നെക്സ്റ്റ് ഇസ് ബി the clues provide. അപ്പൊ നമുക്കിവിടെ ബ്രാക്കറ്റിനകത്ത് ആക്ച്വലി ഇതിനൊരു ആൻസർ ഉണ്ട്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ഇത് തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു ആൻസർ വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം ചെയ്യണം. അപ്പൊ ദ മീറ്റിംഗ് വിൽ ബി ഹെൽഡ് ഇൻ ദി കോൺഫറൻസ് റൂം. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇങ്ങനെ ഒരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം അതിന്റെ ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അതനുസരിച്ച് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുക. സിമിലർലി ഫോർ ദ റെസ്റ്റ് ഓഫ് ദി 4 ക്വസ്റ്റ്യൻസ് ലൈക്ക് ദ ട്രെയിനിങ് ബിഗിൻസ് അറ്റ് 9 AM. അപ്പൊ വെന്നെന്ന് ഇവിടെ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആൻസറും വെച്ച് നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാം. Next, the keynote speaker is Miss Aditi. And 4th question, how വെച്ചായിരിക്കും സ്റ്റാർട്ടിങ്? നമുക്ക് അതൊരു ആൻസർ ഉണ്ട്. The project was completed ahead of schedule. The next question, why വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് clear goals are crucial for achieving success. ഇനി സി, അഗൈൻ ഗ്രാമറിൽ സി ആണ്. നമുക്ക് കംപ്ലീറ്റ് ദീസ് സെന്റൻസസ് യൂസിങ് കമ്പാരറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് ഫോംസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഇൻ ബ്രാക്കറ്റ്സ്. അപ്പൊ നമുക്ക് ഏത് ഫോംസ് ഓഫ് ഡിഗ്രി ആണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് സ്യൂട്ടബിൾ ആകുന്നത് അതനുസരിച്ച് നമ്മൾ ഇവിടെ എഴുതുക. നോക്കിയ കമ്പാരറ്റീവോ സൂപ്പർലേറ്റീവോ ഏത് ഫോംസ് ഓഫ് ഡിഗ്രി ആകാം. അത് നമ്മൾ വായിച്ചിട്ട് കമ്പാരറ്റീവ് ആണോ ഇവിടെ യൂസ് ആക്കേണ്ടുള്ളത് അതോ നമുക്ക് സൂപ്പർലേറ്റീവ് ആണോ എന്ന് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുക. The proposal is dash comprehensive than the earlier one. അപ്പൊ ഇവിടെ സൂപ്പർലേറ്റീവ് ആണോ ഡിഗ്രി മീൻസ് കമ്പാരറ്റീവ് ആണോ നമ്മൾ നോക്കുക. Again for the second one, feedback sessions are productive when structured. Then she is the dash reliable member of the team. അപ്പൊ ഇവിടെ നമുക്ക് സൂപ്പർലേറ്റീവ് ആണോ കമ്പാരറ്റീവ് ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. Then the new strategy is dash effective than the previous one. And finally the 5th question, communication tools are becoming dash സോഫിസ്റ്റിക്കേറ്റഡ്. അപ്പൊ നമുക്ക് ഏത് ഫോംസ് ഓഫ് ഡിഗ്രി ആണ് യൂസ് ആക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ എഴുതുക. നെക്സ്റ്റ് യു ഹാവ് സെക്ഷൻ ഡി, റൈറ്റിംഗ് സ്കിൽസ് ആണ്. 20 മാർക്സ് ആണ്. ഫസ്റ്റ് വൺ, ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ഇൻട്രൊഡ്യൂസിംഗ് യുവർ സെൽഫ് ആസ് എ ന്യൂ ടീം ലീഡർ, ഔട്ട്ലൈനിങ് പ്രോജക്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ ഇനീഷ്യൽ സ്റ്റെപ്സ് ടു ബി ടേക്കൺ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് റെസ്പെക്റ്റീവ് ആയിട്ട് ഒരു ഇമെയിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യണം. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് എ ഡയലോഗ് ബിറ്റ്വീൻ എ മാനേജർ ആൻഡ് എൻ എംപ്ലോയി ഡിസ്കസിംഗ് വേസ് ടു ഇംപ്രൂവ് ടീം കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിസോൾവ് മിസ് അണ്ടർസ്റ്റാൻഡിങ്സ്. അപ്പൊ നമുക്ക് ഇവിടെ ഡയലോഗ് വേണം. അപ്പം കോൺവെർസേഷൻ ആണല്ലോ, 2 പേരുണ്ട്, ഒരു മാനേജറും ഉണ്ട് ആൻഡ് ഓൾസോ വി ഹാവ് എൻ എംപ്ലോയി. അപ്പം ഇവര് തമ്മിലുള്ള ഒരു ഫോർമൽ കൈൻഡ് ഓഫ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം എന്തിനെ കുറിച്ചാണ് അവരുടെ കോൺവെർസേഷൻ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ വേസ് ടു ഇംപ്രൂവ്, എങ്ങനെ ടീം കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ എങ്ങനെ സോൾവ് ആക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വെച്ചിട്ട് യു ഹാവ് ടു ഫ്രെയിം ഡയലോഗ് ബിറ്റ്വീൻ ദി മാനേജർ ആൻഡ് ദി എംപ്ലോയി. അപ്പോൾ ഒരു എന്ന രീതിയിൽ 2 പേരുമുള്ള കോൺവെർസേഷൻ വേണം നമ്മൾ ക്രിയേറ്റ് ആക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് യു ഹാവ് സെക്ഷൻ ഇ, ദാറ്റ് ഇസ് കേസ് സ്റ്റഡി. അഗൈൻ 20 മാർക്സ് ആണ്. Read the following scenario and answer the questions given below. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വായിച്ചിട്ട് നമുക്കുള്ള further questions നമ്മൾ ആൻസർ ചെയ്യാം. A mid-sized company is facing frequent project delays due to unclear communication among its teams.
This has resulted in client dissatisfaction and loss of business. The management plans to introduce a centralized communication platform to address these issues. അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് നമ്മൾ ആ സിനാരിയോ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് we have to answer these questions. Okay. Questions ഏതൊക്കെയാണ്? What are the primary communication challenges faced by the company? രണ്ടാമത്തെ question, how can a centralized communication platform help resolve these issues? Suggest 3 additional measures to enhance team communication. Then, what role can team leaders play in ensuring smooth communication within the organization? അപ്പൊ നമുക്ക് ഇത്രയും ഒരു 4 questions ആണ്. ഈ 4 questions നമ്മൾ ഈ തന്നിരിക്കുന്ന കേസ് മനസ്സിലാക്കിയിട്ട് we have to answer the rest of the questions. ഒരു 4 questions ഉണ്ട്, അങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, with this we have come to an end of the session. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. All the very best for your exam. Thank you. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.